കർത്താവിന് ഇഷ്ടമുള്ളിടത്തേക്ക് നിന്റെ ഹൃദയത്തെ ചലിപ്പിക്കാൻ നീ നിന്റെ ഹൃദയത്തെ വിട്ടുകൊടുക്കുമ്പോൾ അത് കർത്താവിന്റെ നിയന്ത്രണത്തിലാണ്. കർത്താവ് പറയുന്നത് കേൾക്കുകയും കർത്താവിന്റെ സ്വരം കേട്ട് ആ കർത്താവിന്റെ ഹിതമനുസരിച്ച് നിന്റെ ഹൃദയത്തെ ചലിപ്പിക്കുമ്പോൾ നിന്റെ ഹൃദയം കർത്താവിന്റെ സ്നേഹത്തിലും നിയന്ത്രണത്തിലുമാണ്. അങ്ങനെ പറ്റാതെ പോകുന്ന അനേകരുണ്ട്. അതിനെക്കുറിച്ച് തന്നെ വചനത്തിൽ പറയുന്നുണ്ട്. അതിനെ ദുഷ്ടഹൃദയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തിന്മ നിറഞ്ഞ ഹൃദയം, അല്ലെങ്കിൽ അഹങ്കാരം നിറഞ്ഞ ഹൃദയം, അല്ലെങ്കിൽ പാപം നിറഞ്ഞ ഹൃദയം, അല്ലെങ്കിൽ അശുദ്ധി നിറഞ്ഞ ഹൃദയം. അങ്ങനെ പല വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ നിയന്ത്രണത്തിലല്ലാത്ത ഒരു ഹൃദയം പാപത്തിന്റെ നിയന്ത്രണത്തിലാണെന്നാണ് ആദ്യവാനിൽ പറയുക. കാരണം അതിന്റെ ചായ്വ് കർത്താവിങ്കിലേക്കല്ലാത്ത ചായ്വാണ് എങ്കിൽ പാപത്തിലേക്കുള്ള ചായ്വാണ്. പുണ്യജീവിതത്തിലേക്ക് ഒരുവനെ തന്റെ ഹൃദയത്തെ ചലിപ്പിക്കാൻ പറ്റുന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ഹൃദയം പാപത്തിലേക്ക് ചലിക്കും. ദൈവസ്നേഹത്തിലേക്ക് ചലിക്കാത്തൊരു ഹൃദയം നിശ്ചയമായും ലോകത്തിന്റെ ഏതെങ്കിലും സ്നേഹത്തിലേക്ക് ആ ഹൃദയം ചായാൻ തുടങ്ങും. കർത്താവിന്റെ കാരുണ്യത്തിൽ ആശ്രയിക്കാത്തൊരു ഹൃദയം നിശ്ചയമായും നിരാശയിലേക്കും കുറ്റബോധത്തിലേക്കും ആ ഹൃദയം ചായാൻ തുടങ്ങും.